Good morning. Today we discuss the topic universal logic gates. OR ഗേറ്റും AND ഗേറ്റും NOT ഗേറ്റും ഈ മൂന്ന് ഗേറ്റിനെ ഒന്നിച്ചാണ് ബേസിക് ഗേറ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ ഗേറ്റ്സ് ആയിട്ട് പറയുന്നത്. ഈ ബേസിക് ഗേറ്റ്സ് ഉപയോഗിച്ച് എല്ലാ ബൂളിയൻ എക്സ്പ്രഷൻസും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ആ സമയത്തുള്ള ബുദ്ധിമുട്ട് ഇതിലെ ഓരോ ലോജിക് ഗേറ്റിനും ഡിഫറെൻറ്റ് IC പാക്കേജ് ആണ്. ഇപ്പം നമ്മളൊരു ഡിജിറ്റൽ സർക്യൂട്ടിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് 3 ഡിഫറെൻറ്റ് ICകൾ ആവശ്യമായിട്ട് വരും. ഇതിന് പകരമായിട്ട് NOR ഗേറ്റോ NAND ഗേറ്റോ മാത്രം, ഒന്നുകിൽ NOR ഗേറ്റ് മാത്രം അല്ലെങ്കിൽ NAND ഗേറ്റ് മാത്രം ഉപയോഗിച്ച് ബേസിക് ഗേറ്റ് ആയിട്ടുള്ള OR ഗേറ്റ്, AND ഗേറ്റ്, NOT ഗേറ്റ് ഇവ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അവ ഉപയോഗിച്ച് എല്ലാ ബൂളിയൻ എക്സ്പ്രഷൻസിനെയും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഒരൊറ്റ IC പാക്കേജ് NOR ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IC ആയിരിക്കും, അല്ലെങ്കിൽ NAND ഗേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു IC ആയിരിക്കും. അപ്പോൾ ഏതാണോ ഉപയോഗിക്കുന്നത് അത് ഉപയോഗിച്ചിട്ടുള്ള IC പാക്കേജ് മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞ് ഏത് ബൂളിയൻ എക്സ്പ്രഷനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. അതുകൊണ്ട് NOR ഗേറ്റിനെ NAND ഗേറ്റിന്റെ യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നു. NOR ഗേറ്റ് ഉപയോഗിച്ച് ബേസിക് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. ബേസിക് ഗേറ്റ്സ് ഉപയോഗിച്ച് ഏത് ബൂളിയൻ എക്സ്പ്രഷനെ ഇംപ്ലിമെന്റ് ചെയ്യാം. ഇപ്പം NORും NANDനെയും യൂണിവേഴ്സൽ ഗേറ്റ് ആയിട്ട് പറയുന്നു. ഇനി എങ്ങനെയാണ് NORും NANDും ബേസിക് ഗേറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നത്? ഇതാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. ഫിഗറിൽ കാണുന്നത് NAND ഗേറ്റ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ്. ഇപ്പോൾ കാണിച്ചത് NOR ഗേറ്റ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ്. ഇവിടെ കാണിച്ചിട്ടുള്ള NAND ഗേറ്റ് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷനിൽ ആദ്യത്തത് y is equal to a bar, അതായത് NOT ഗേറ്റ് ആണ്. y is equal to ab AND ഗേറ്റ് ആണ്. y is equal to a or b OR ഗേറ്റ് ആണ്. ഇപ്പം NAND ഉപയോഗിച്ചിട്ടുള്ള ബേസിക് ഗേറ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. അതേപോലെ y is equal to a bar NOT ഗേറ്റ് ആണ്. y is equal to a or b OR ഗേറ്റ് ആണ്. y is equal to a and b AND ഗേറ്റ് ആണ്. NOR ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. ഇത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതിന്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം NOR ഗേറ്റ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഒരു NOR ഗേറ്റിനെ NOT ഗേറ്റ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് ഒരു NOR ഗേറ്റിന്റെ 2 ഇൻപുട്ടിനെ ടൈ അപ്പ് ചെയ്തിട്ടുണ്ട്, കപ്പിൾ ചെയ്തിട്ട് അതിലേക്കൊരു കോമൺ ഇൻപുട്ടാണ് കൊടുക്കുന്നത്. അപ്പം ആ സമയത്തുള്ള ഓപ്പറേഷൻ നോക്കാം. അതായത് ഒരു NOR ഗേറ്റിന്റെ 2 ഇൻപുട്ടിനെ ടൈ അപ്പ് ചെയ്തു, അതിലേക്ക് ആണ് ഇൻപുട്ട് കൊടുക്കുന്നത്. അതായത് ഇൻപുട്ട് കൊടുക്കുമ്പോൾ കോമൺ ആയിട്ട് അത് 2 ഇൻപുട്ടിലും, NOR ഗേറ്റിന്റെ 2 ഇൻപുട്ടിലും ഒരേ ഇൻപുട്ട് തന്നെയാണ് എത്തിച്ചേരുന്നത്. ഇൻപുട്ട് 0 ആണെങ്കിൽ, എ എന്നുള്ള ഇൻപുട്ട് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ NOR ഗേറ്റിന്റെ 2 ഇൻപുട്ടും 0 ആയിരിക്കും.
ഇനി ഒരു നോർ ഗേറ്റിന്റെ ട്രൂത്ത് ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു നോർ ഗേറ്റ് 0 ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ എ എന്നുള്ള ഇൻപുട്ട് 0 കൊടുക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ്. ഇനി ഇൻപുട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ എ എന്നുള്ള ഇൻപുട്ട് 1 കൊടുത്തു കഴിഞ്ഞാൽ നോർ ഗേറ്റിന് 2 ഇൻപുട്ടും 1 ആണ്. നോർ ഗേറ്റിന്റെ 2 ഇൻപുട്ടും 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ എ എന്നുള്ള ഇൻപുട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ട് എ എന്നുള്ള ഇൻപുട്ട് 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് 0 ആണ്. എ എന്നുള്ള ഇൻപുട്ട് 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് ഔട്ട്പുട്ട് 1 ആണ്. ദെൻ ഈ സർക്യൂട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻപുട്ടിന്റെ കൊടുക്കുന്ന ഇൻപുട്ടിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നോട്ട് ഓപ്പറേഷൻ ആണ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് ഇവിടെ നമ്മൾ 2 നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള കൺസ്ട്രക്ഷൻ ആണ് കാണിച്ചിട്ടുള്ളത്. 2 നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഒരു ഓർ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇതില് ആദ്യത്തെ നോർ ഗേറ്റ് വർക്ക് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഒരു നോർ ഗേറ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു നോർ ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കിട്ടുന്ന ലോജിക് എക്സ്പ്രഷൻ നമുക്കറിയാം, y is equal to a or b ബാർ ആയിരിക്കും. ഇനി രണ്ടാമത്തെ നോർ ഗേറ്റ് എന്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? രണ്ടാമത്തെ നോർ ഗേറ്റ് നോക്കുക. രണ്ടാമത്തെ നോർ ഗേറ്റിന്റെ ഇൻപുട്ട് രണ്ടും കപ്പിൾ ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒരൊറ്റ ഇൻപുട്ട് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അതായത് രണ്ടാമത്തത് നോട്ട് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് ഒരു നോർ ലോജിക് എക്സ്പ്രഷനെ ഒരു പ്രാവശ്യം കൂടെ കോംപ്ലിമെന്റ് ചെയ്യുന്നു. എക്സ്പ്രഷൻ നോക്കുക. y എ ഓർ ബി ബാർ ആയിരുന്നു നോർ ഗേറ്റിന്റെ ഔട്ട്പുട്ട്. അതിന് ഒരു പ്രാവശ്യം കൂടെ ബാർ ചെയ്ത് കഴിഞ്ഞാൽ, 2 പ്രാവശ്യം നെഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗേഷൻ പോവും. അപ്പൊ എ ഓർ ബി മാത്രമായിരിക്കും. അപ്പൊ y is equal to എ ഓർ ബി കിട്ടി. y is equal to എ ഓർ ബി ആണെന്നുണ്ടെങ്കിൽ അതെന്തായിട്ട് വർക്ക് ചെയ്യുന്നു? ഓർ ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ 2 നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു എന്ത് കൺസ്ട്രക്ട് ചെയ്യാം? ഓർ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. അടുത്തത് ആൻഡ് ഗേറ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ്. 3 നോർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. 3 ഓർ ഗേറ്റ് ഉപയോഗിച്ച് 3 നോർ ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ആദ്യത്തെ 2 നോർ ഗേറ്റുകൾ ചെയ്തിരിക്കുന്നത് എന്താ വർക്ക് ചെയ്യുന്നത്? അതിന്റെ ഇൻപുട്ട് രണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? അതിന്റെ 2 ഇൻപുട്ടും എന്താക്കി വെച്ചിട്ടുണ്ട്? ആ കപ്പിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഇത് ബാർ ചെയ്യാണ്. അപ്പൊ ഇവിടെ നോക്കുക, എ ഉള്ളതിന്റെ എ ബാർ ആണ് ഇവിടെ കിട്ടുന്നത്. അതേപോലെ തന്നെ ബിയുടെ ബി ബാർ ആണ് ഇവിടേക്ക് കിട്ടുന്നത്. ഓക്കെ. അപ്പൊ ആദ്യത്തെ രണ്ട് നോർ ഗേറ്റും എന്തായിട്ട് വർക്ക് ചെയ്യുന്നു? നോട്ട് ഗേറ്റുകളായിട്ട് വർക്ക് ചെയ്യുന്നു. അത് രണ്ടും ഇൻപുട്ടിനെ ഇൻവേർട്ട് ചെയ്യുന്നുണ്ട്. ഇനി അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവസാനത്തെ ഇതിൽ എത്തിച്ചേരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും കിട്ടുക? അവസാനത്തത് നോർ ഗേറ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നു. പക്ഷെ അതിന്റെ ഇൻപുട്ട് എ ബാറും ബി ബാറും ആണ്. ഇനി ഒരു നോർ ഗേറ്റ് ഔട്ട്പുട്ട് തരുന്നത് എ ബി എന്നുള്ള ഇൻപുട്ട് ആണെങ്കിൽ എ ഓർ ബി ബാർ ആയിരിക്കും. ഇവിടെ എ ബാർ ബി ബാർ ആണ് ഇൻപുട്ട്. അപ്പൊ എന്തായിരിക്കും? എ ബാർ ഓർ ബി ബാർ അതിന്റെ ഓൾ ബാർ ആയിരിക്കും.
ഇപ്പൊ ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, എക്സ് ഇസ് ഈക്വൽ ടു എ ബാർ ഓർ ബി ബാർ ഓൾ ബാർ. ഇനി ഇവിടെയാണ് ഡി മോർഗൻസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇപ്പൊ ഇവിടെയുള്ള നമുക്ക് ഈ ഒരു ഓറിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യാം? ആൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. നോക്കുക, ഡി മോർഗൻസ് തിയറം നമുക്കറിയാം, എ ഓർ ബി ഓൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ബി ബാർ ആണ്. ഇവിടെ എ ബാർ ഓർ ബി ബാർ ഓൾ ബാർ ആണ്. അപ്പൊ ആ സമയത്ത് ഡി മോർഗൻസ് തിയറം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാവും വരുന്നത്? എ ബാർ ഓർ ബി ബാർ ഓൾ ബാർ ഇസ് ഈക്വൽ ടു എ ഡബിൾ ബാർ ആൻഡ് ബി ഡബിൾ ബാർ. എ ഡബിൾ ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ആണ്, ബി ഡബിൾ ബാർ എന്ന് പറഞ്ഞാൽ ബി ആണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എ ബി ആണ്. അതെന്തിനാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഒരു ആൻഡ് ഗേറ്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 3 നോർ ഗേറ്റ് ഉപയോഗിച്ച് ആൻഡ് ഗേറ്റിനെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. അത് എങ്ങനെ തന്നെയാന്ന് നോക്കണം. അതായത് ആ 3 നോർ ഗേറ്റ് ഉപയോഗിക്കുമ്പോൾ ആദ്യത്തെ 2 നോർ ഗേറ്റുകൾ എന്ത് ചെയ്യുന്നു? നോട്ട് ഓപ്പറേഷനും മൂന്നാമത്തേത് നോറിന്റെ ഓപ്പറേഷനുമാണ്. പക്ഷെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? ആൻഡ് ആയിരിക്കും. അപ്പൊ ആൻഡ് ഗേറ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ് നമ്മളിവിടെ ചെയ്തത്. നോർ ഗേറ്റ്, 3 നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടാണ് ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്തത്. ഇനി നോക്കുക, ഇപ്പൊ ഇവിടെ നോർ ഗേറ്റ് ഉപയോഗിച്ച് നമ്മളിപ്പോ ഏതൊക്കെ ചെയ്തു? നോട്ട് ഗേറ്റ് ചെയ്തു, ഓർ ഗേറ്റ് ചെയ്തു, ആൻഡ് ഗേറ്റ് ചെയ്തു. 3 ബേസിക് ആയിട്ടുള്ള ഗേറ്റുകൾ ഓൾറെഡി ചെയ്തു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ ഫണ്ടമെന്റൽ ഗേറ്റ് ആയിട്ട് പറയാം. ഇനി നമ്മൾ എക്സ്ട്രാ ഒരു 2 ഗേറ്റും കൂടെ ഡിസ്കസ് ചെയ്യുന്നു. അതായത് എങ്ങനെ ഒരു നാൻഡ് ഗേറ്റ് നോർ ഗേറ്റ് വെച്ചിട്ട് എങ്ങനെ നാൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം, നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ നാൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. നമുക്കറിയാം, നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻഡിന്റെ കൂടെ ഒരു നോട്ട് ഗേറ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നോക്കാം, ഫിഗറിൽ നോക്കാം, 4 എന്തുപയോഗിച്ചിട്ടുണ്ട്? നോർ ഗേറ്റുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെ 3 എണ്ണം ഉപയോഗിച്ചിട്ടുള്ള സർക്യൂട്ട് നമുക്ക് ഫെമിലിയർ ആണ്. നോക്കുക, അതായത് ഇവിടെ കിട്ടിയിരിക്കുന്ന ഔട്ട്പുട്ട് എന്താ കിട്ടിയിരിക്കുന്നത്? ഇവിടെ എ ബി എന്നുള്ള ഔട്ട്പുട്ടാണ് കിട്ടിയിരിക്കുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി തന്നെയാണ്. തൊട്ട് മുമ്പ് എന്തായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? ആ ഫസ്റ്റ് 3 നോർ ഗേറ്റുകൾ ഉപയോഗിച്ച് നമ്മൾ ഒരു ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്തു. ഇനി അടുത്തത് എന്താ ചെയ്യുന്നത് നോക്കുക. 4ാമത്തെ നോർ ഗേറ്റ് ഇൻവേർട്ടിംഗ് ആണ്. അതായത് ആൻഡിനെ എന്ത് ചെയ്യുന്നു? ആൻഡിന്റെ ഔട്ട്പുട്ടിനെ വീണ്ടും നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? നാൻഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു എ ബി ബാർ ആയിരിക്കും. അപ്പൊ അത് നാൻഡ് ആണ്. ഇത് ഉപയോഗിച്ചിട്ട് ഒരു നാൻഡ് ഗേറ്റ് ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിതിന്റെ പ്രാക്ടിക്കൽ സർക്യൂട്ട് വെച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ഒന്ന് നോക്കാം. ഫിഗറിൽ നോക്കുക, റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി ലെഫ്റ്റ് സൈഡിൽ അതിന്റെ ആക്ച്വൽ ഗേറ്റുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് ഓരോന്നും ഇത് ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് നോക്കാം.
ആദ്യം നമ്മൾ നോക്കുന്നത് നോട്ട് ഗേറ്റ് ആണ്. നോട്ട് ഗേറ്റിന് നമുക്കറിയാം ഇൻപുട്ട് 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. അപ്പോൾ ഇവിടെയും ഇൻപുട്ട് 1 ആക്കി ഔട്ട്പുട്ട് 0 ആണ്. ഇനി ഇൻപുട്ട് 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 ആയിരിക്കും. ഔട്ട്പുട്ട് ഹൈ ആണ്. ഇൻപുട്ട് ലോ ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്. ഇൻപുട്ട് ഹൈ ആക്കി വീണ്ടും ഔട്ട്പുട്ട് ലോ ആയി. തൊട്ട് താഴെ കാണിക്കുന്നത് ഓർ ഗേറ്റ് ആണ്. ലെഫ്റ്റ് സൈഡിൽ ഓർ ഗേറ്റും ഇവിടെ നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഓർ ഗേറ്റും ആണ് കാണിക്കുന്നത്. ആദ്യം 0 0 0 0 ചെയ്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 0 തന്നെയാണ്. ഇവിടെ 0 തന്നെയാണ്. അടുത്തത് ബി എന്നുള്ള ക്വാണ്ടിറ്റീനെ 1 ആക്കുന്നു. ഇവിടെ ബിനെ 1 ആക്കി. ദെൻ 2 LED ഗ്ലോ ചെയ്യുന്നുണ്ട്. അതായത് ഹൈ ആണ്, വാല്യൂ ഹൈ ആണ്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ ഓർ ഗേറ്റിന്റെ ഔട്ട്പുട്ട് ഹൈ ആണ്. ഇവിടെ ഹൈ ആണ്, ഇവിടെ ഹൈ ആണ്. വീണ്ടും 0 ആക്കി, ലോ തന്നെയാണ്. അടുത്തത് എ 1 ആക്കി, ബി 0 ആണ്. അപ്പോഴും രണ്ടും ഹൈ ആണ്. അടുത്തത് ലാസ്റ്റ് കേസ്, രണ്ടും 1 ആണ്. രണ്ടും 1 ആവുന്ന സമയത്തും രണ്ടും ഹൈ ആണ്. ഇപ്പം നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഓറിൻ്റെ ഇതും ഗേറ്റ് നമ്മൾ വെരിഫൈ ചെയ്തു. അടുത്തത് ആൻഡ് ആണ്. രണ്ട് ഇൻപുട്ട് ഇപ്പോൾ 0 ആണ്. രണ്ട് ഇൻപുട്ടും 0 ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് 0 ആണ്. ഇനി അടുത്തത് ബി, രണ്ടിനും 1 ആക്കി. ആൻഡ് ഗേറ്റിന് 0 1 ആണെങ്കിൽ 0 ആണ്, ഔട്ട്പുട്ട് 0 ആണ്. വീണ്ടും 0 ആക്കി. അടുത്തത് രണ്ടിൻ്റെയും എ എന്നുള്ള ഇൻപുട്ട് ഹൈ ആക്കി. ബി എന്നുള്ളത് 0 ആണ്. ആ സമയത്ത് ഔട്ട്പുട്ട് 0 തന്നെയാണ്. ഇനി ആൻഡ് ഗേറ്റിന് രണ്ട് ഇൻപുട്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. രണ്ട് ഇൻപുട്ടും ഹൈ ആക്കി. രണ്ടിലും ഔട്ട്പുട്ട് ഹൈ ആണ്. ഇപ്പൊ ഇവിടെ ഓർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള, നോർ ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ആൻഡിന്റെ വർക്കിങ്ങും വെരിഫൈ ചെയ്തു. അടുത്തത് നമുക്ക് എങ്ങനെയാണ് നോർ ഉപയോഗിച്ചിട്ട് നാൻഡ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് നോക്കാം. മുകളിൽ നമ്മൾ നാൻഡ് ഗേറ്റും താഴെ നോർ ഉപയോഗിച്ചിട്ടുള്ള നാൻഡുമാണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം രണ്ടിലും 0 എന്നുള്ള ഇൻപുട്ട് കൊടുക്കാം. നമുക്കറിയാം നാൻഡിന് 0 എന്നുള്ള ഇൻപുട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് ഹൈ ആയിരിക്കും. ഇനി ബി എന്നുള്ള ഇൻപുട്ടിനെ 1 ആക്കുന്നു. ബി എന്നുള്ള ഇൻപുട്ടിനെ 1 ആക്കി കഴിഞ്ഞാലും റിസൾട്ട് ഹൈ ആണ്. അടുത്തത് എ എന്ന ഇൻപുട്ടിനെ 1 ആക്കുന്നു. ബി 0 ആണ്. 1 0. ആ സമയത്തും ഹൈ ആണ്. അടുത്തത് രണ്ടും 1 ആക്കുന്നു. നാൻഡിൻ്റെ ഇൻപുട്ടിൽ 1 1 എന്നുള്ള കോൺഫിഗറേഷൻ വന്നു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇപ്പം ഈ 4 എണ്ണം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു നാൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പം നോർ ഗേറ്റ് ഉപയോഗിച്ച് നാൻഡും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം.
അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സാലിറ്റി ഓഫ് നാൻഡ് ഗേറ്റ് ആണ്. അതായത് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ബേസിക് ഗേറ്റ് എല്ലാം കൺസ്ട്രക്ട് ചെയ്യാം. അതാണ് നമ്മൾ അടുത്തത് കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നോട്ട് ഗേറ്റ് ആണ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. ഒരു നാൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ടിനെ കപ്പിൾ ചെയ്ത് അതിലേക്കാണ് എ എന്നുള്ള ഇൻപുട്ട് നമ്മൾ നൽകിയിരിക്കുന്നത്. അതാണ് നോട്ട് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. 2 ഇൻപുട്ടിലും 0 എന്ന സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എ എന്നുള്ള ഇൻപുട്ട് 0 ആക്കി കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ടിലും 0 എന്നുള്ള ഇൻപുട്ട് ആയിരിക്കും. ഒരു നാൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും 0 ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ 0 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആണ്. ഇനി ഇൻപുട്ട് നമ്മൾ 1 ആക്കി കൊടുത്തു. എ എന്നുള്ള ഇൻപുട്ട് 1 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നാൻഡ് ഗേറ്റിന് കിട്ടുന്ന 2 ഇൻപുട്ടും 1 ആയിരിക്കും. ആ സമയത്ത് ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതായത് നാൻഡ് ഗേറ്റിൻ്റെ 2 ഇൻപുട്ടും ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ലോ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനെ കോംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ഇതൊരു നോട്ട് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചുള്ള ആൻഡ് ഗേറ്റിന്റെ സർക്യൂട്ടാണ്. രണ്ട് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. 2 നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് നാൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. സർക്യൂട്ടിൽ ആദ്യത്തെ നാൻഡ് ഗേറ്റ് ആയിട്ട് വർക്ക് ചെയ്യും. രണ്ടാമത്തെ നോട്ട് ഗേറ്റ് ആ നാൻഡ് ഗേറ്റിനെ, ആദ്യത്തെ നാൻഡ് ഗേറ്റിനെ ആൻഡ് ഗേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഒന്നാമത്തെ ഗേറ്റിൽ കിട്ടുന്ന എ ബി ബാർ എന്നുള്ള ക്വാണ്ടിറ്റീനെ ഒരിക്കൽ കൂടി അടുത്ത നോട്ട് ഗേറ്റ്, ലാസ്റ്റത്തത് നോട്ട് ഗേറ്റ് ആണ്, നോട്ട് ഗേറ്റ് ഒന്നും കൂടെ കോംപ്ലിമെന്റ് ചെയ്യും. ഇപ്പൊ എ ബി ബാറിന്റെ കോംപ്ലിമെന്റ് വീണ്ടും കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എ ബി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഒരു ആൻഡിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും. y is equal to AB double bar that is equal to AB. അപ്പൊ നമുക്ക് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ആൻഡ് ഗേറ്റ്, 2 നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് ഒരു ആൻഡ് ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആൻഡിന്റെ ഓപ്പറേഷനാണ് നമുക്ക് കിട്ടുന്നത്. അടുത്തത് ഓർ ഗേറ്റിന്റെ കൺസ്ട്രക്ഷൻ ആണ്. 3 നാൻഡ് ഗേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു ഓർ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഇവിടെ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 2 നാൻഡ് ഗേറ്റ് ഇൻവെർട്ടർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്, നോട്ട് ഗേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അത് എന്ത് ചെയ്യുന്നു? എ എന്നുള്ള ഇൻപുട്ടിനെ എ ബാർ ആയിട്ടും ബി എന്നുള്ള ഇൻപുട്ടിനെ ബി ബാർ ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. ഇനി ആ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി നമ്മൾ അടുത്ത നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കുന്നത്. നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ കൊടുക്കുന്ന ഇൻപുട്ട് എ ബാറും ബി ബാറും ആണ്. ഒരു നാൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടിൽ എ ബി കൊടുത്തു കഴിഞ്ഞാൽ എ ബി ഓൾ ബാർ ആയിരിക്കും ഔട്ട്പുട്ട്. പക്ഷെ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് എ ബാറും ബി ബാറും ആണ്. അപ്പൊ അതിന്റെ ഓൾ ബാർ ആയിരിക്കും ഔട്ട്പുട്ടിൽ വരിക. അപ്പൊ എങ്ങനെയായിരിക്കും ഔട്ട്പുട്ട് കിട്ടുന്നത്? എക്സ് ഇസ് ഈക്വൽ ടു എ ബാർ ആൻഡ് ബി ബാർ ഓൾ ബാർ, എ ബാർ ആൻഡ് ബി ബാർ
ഓൾ ബാർ. ഇപ്പോഴും നമുക്കത് ഓർ ഗേറ്റ് ആണോ എന്ന് മനസ്സിലാവുന്നില്ല. ഇവിടെ നമ്മൾ ഡി മോർഗൻസ് സെക്കൻഡ് തിയറം ഉപയോഗിക്കുന്നു. ഡി മോർഗൻസിന്റെ സെക്കൻഡ് തിയറം എന്താ പറഞ്ഞിട്ടുള്ളത്? കോംപ്ലിമെന്റ് ഓഫ് ദി പ്രൊഡക്റ്റ് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് കോംപ്ലിമെന്റ്സ്. അതായത് ഇതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? എ ബാർ ആൻഡ് ബി ബാർ ഓൾ ബാർ ഈസ് ഈക്വൽ ടു എ ഡബിൾ ബാർ പ്ലസ് ബി ഡബിൾ ബാർ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഓർ ബി. ഇപ്പൊ നമുക്ക് കിട്ടിയ ഫൈനൽ ഔട്ട്പുട്ട് എ ഓർ ബി ആണ്. എ ഓർ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറിന്റെ ഔട്ട്പുട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നാൻഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓർ ഗേറ്റ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള നോറിന്റെ ഓപ്പറേഷൻ ആണ്. അത് വളരെ സിമ്പിൾ ആണ്. അതായത് തൊട്ട് മുമ്പത്തേതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആൻഡ് ഗേറ്റ് ആണ്. ഓർ ഗേറ്റ് ആണ് നമ്മൾ തൊട്ട് മുമ്പത്തെ ഇതിൽ ഡിസ്കസ് ചെയ്തത്. തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ നമ്മൾ ഇത് വെച്ചിട്ടുള്ള ഓർ ഗേറ്റ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇനി ഈ ഒരു സർക്യൂട്ടിൽ, അതായത് ഈ ഓർ ഗേറ്റിന്റെ സർക്യൂട്ടിൽ അതിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നോർ ഗേറ്റ് കിട്ടും. അപ്പൊ ഇവിടെ 4 നാൻഡ് ഗേറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ആദ്യത്തെ 3 വരുന്ന സമയത്ത് ആദ്യത്തെ മൂന്നാമത്തേലെ ഔട്ട്പുട്ട് എ ഓർ ബി എന്നുള്ള ഔട്ട്പുട്ടാണ്. അതിനെ വീണ്ടും എന്ത് ചെയ്യണം? കോംപ്ലിമെന്റ് ചെയ്യണം. കോംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇൻവെർട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആ ഇൻവെർട്ടർ എന്ത് ചെയ്യും? ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യും. അപ്പൊ നമുക്ക് കിട്ടുന്നത് എ ഓർ ബി ഓൾ ബാർ ആയിരിക്കും. അതായത് നോറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഫൈനൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? എക്സ് ഇസ് ഈക്വൽ ടു എ ഓർ ബി ഓൾ ബാർ ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള നാൻഡിന്റെ യൂണിവേഴ്സാലിറ്റി ഒന്ന് വെരിഫിക്കേഷൻ നടത്താം. കണക്ഷൻ ഡയഗ്രാം നോക്കുക. റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത് നാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ്. ലെഫ്റ്റ് സൈഡിൽ അതിന്റെ കറസ്പോണ്ടിങ് ബേസിക് ഗേറ്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് നോട്ട് ഗേറ്റിന്റെ ഓപ്പറേഷൻ ചെക്ക് ചെയ്യാം. നോട്ട് ഗേറ്റിന് 0 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആണ്. 0 എന്നുള്ള ഇൻപുട്ട് ഇവിടെയും കൊടുക്കുന്നു, ഔട്ട്പുട്ട് ഹൈ ആണ്. ഇനി നോട്ട് ഗേറ്റിന് ഇൻപുട്ട് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ, ഹൈ ആണ് കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ട് ലോ ആണ്. ഇവിടെ ഇൻപുട്ട് ഹൈ ആക്കി, ദെൻ ഔട്ട്പുട്ട് ലോ ആണ്. അപ്പൊ നോട്ടിന്റെ ഓപ്പറേഷൻ വെരിഫൈ ചെയ്തു. അടുത്തത് നമ്മൾ ചെയ്യുന്നത് ആൻഡിന്റെ ഓപ്പറേഷൻ ആണ്. ആദ്യം 0 0, ആൻഡിന് 0 0 എന്നുള്ള ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് 0 ആണ്, ഔട്ട്പുട്ട് 0 ആണ്. 0 0 0. ഇവിടെ നമുക്ക് നോക്കാം 0 0 0 ആണ് ഔട്ട്പുട്ട്. ഇനി 0 1 കൊടുക്കാം. 0 1നും 0 ആണ്. അടുത്തത് 2ലും 1 0 കൊടുക്കാം. A is equal to 1, B is equal to 0. ഇവിടെയും A is equal to 1, B is equal to 0. ആ സമയത്തും ഔട്ട്പുട്ട് ലോ ആണ്. ആൻഡിന് എപ്പോഴാണ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്? 2 ഇൻപുട്ടും ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. 2 ഇൻപുട്ടും ആൻഡിന്റെ ഇൻപുട്ട് ഹൈ ആക്കി, ഇവിടെ ഹൈ ആണ്. അതേപോലെ തന്നെ നാൻഡ് വെച്ചിട്ടുള്ള ഓപ്പറേഷൻ രണ്ടും ഹൈ ആക്കുന്ന സമയത്ത് ഇവിടെ ഹൈ ആണ്. അതുകൊണ്ട്
ഇതിൽ ആൻഡിൻ്റെ ഓപ്പറേഷനും നമ്മൾ വെരിഫൈ ചെയ്തു. അടുത്തത് ഓറിൻ്റെ ഓപ്പറേഷനാണ്. ഓർ ഗേറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓർ ഗേറ്റിന് ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. അപ്പോൾ ആദ്യത്തേൽ രണ്ടും 0 ആണ്, ഔട്ട്പുട്ട് 0 ആണ്. അടുത്തത് ബി 1 ആക്കി, ഔട്ട്പുട്ട് ഹൈ ആയി. ഇവിടെയും 1 ആക്കി, ഔട്ട്പുട്ട് ഹൈ ആണ്. ഇനി അടുത്തത് എ എന്നുള്ളതിനെ 1 ആക്കി, ബി 0 ആണ്. ആ സമയത്തും രണ്ടും ഹൈ ആണ്. ലാസ്റ്റ് കേസ് എയും ബിയും 1 ആക്കി, ഇവിടെ എയും ബിയും 1 ആക്കി. ആ സമയത്തും ഔട്ട്പുട്ട് ഹൈ ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഏതൊക്കെ ഓപ്പറേഷൻ ചെക്ക് ചെയ്തു? നോട്ട് ഓപ്പറേഷൻ, അടുത്തത് ആൻഡ് ഓപ്പറേഷൻ, ഇവിടെ ഓർ ഓപ്പറേഷൻ. അടുത്തത് നമുക്ക് ഇതിൽ നാൻഡ് ഉപയോഗിച്ചിട്ടുള്ള നോറിൻ്റെ വെരിഫിക്കേഷൻ നോക്കാം. ഫിഗറിൽ മുകളിൽ കാണിച്ചിരിക്കുന്നത് നോറിൻ്റെ IC ആണ്, സിമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. നോറ് ഡയറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതും താഴെ കാണിച്ചിരിക്കുന്നത് നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇവിടെ ആദ്യം രണ്ട് സിഗ്നലും രണ്ട് ഇൻപുട്ടും 0 ആണ്. ആ സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആണ്. ഇനി ബീനെ രണ്ട് കേസിലും ഹൈ ആക്കി. ബീനെ രണ്ട് കേസിലും ഹൈ ആക്കുന്ന സമയത്ത് രണ്ടും ലോ ആയിട്ട് മാറി. നോർ ഗേറ്റിന് എപ്പോഴും മാത്രമാണ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്? നോർ ഗേറ്റിന്റെ രണ്ട് ഇൻപുട്ടും 0 ആവുന്ന സമയത്താണ് ഔട്ട്പുട്ട് ഹൈ ആവുന്നത്. ഇപ്പം ഇവിടെ 0 0 ആക്കുന്ന സമയത്ത് ഹൈ ആണ്. അടുത്തത് എ 1 ആക്കി, ബി 0 ആക്കി. ആ സമയത്തും ഔട്ട്പുട്ട് ലോ ആണ്. അടുത്തത് രണ്ടും ഹൈ ആക്കി. ആ സമയത്തും ഔട്ട്പുട്ട് ലോ ആണ്. അപ്പം ഇവിടെ നമ്മൾ നാൻഡ് ഗേറ്റിൻ്റെ നോർ ഓപ്പറേഷനാണ് ഇവിടെ ചെക്ക് ചെയ്തത്. അവസാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉപയോഗിച്ച് XOR ഗേറ്റ് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് നാൻഡ് ഗേറ്റ് ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ്. നാൻഡ് ഗേറ്റ് വെച്ച് XOR ഗേറ്റ് ഇങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. നമുക്കറിയാം XOR ഗേറ്റിന്റെ ഔട്ട്പുട്ട് X is equal to A XOR B, അല്ലെങ്കിൽ അതിനെ AB bar or A bar B. X is equal to AB bar or A bar B. ഈ രൂപത്തിലാണ് നമുക്ക് എഴുതാൻ പറ്റുന്നത്. ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാം. ഇത് ആദ്യത്തേതിൽ ചെയ്ത പോലെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പെട്ടെന്ന് പറയാൻ പറ്റുന്നില്ല. ബൂളിയൻ എക്സ്പ്രഷൻ അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോഴേ നമുക്കത് ഒബ്റ്റെയിൻ ചെയ്യുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ ഓരോ ഗേറ്റുകളായിട്ട് നോക്കാം. അപ്പം ഇവിടെ കണക്ഷൻസ് ആദ്യം ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ നോക്കാം. ആദ്യം ഫസ്റ്റ് ഗേറ്റിലേക്ക് എ എന്നുള്ള ഇൻപുട്ട് കിട്ടുന്നുണ്ട്, ബി എന്നുള്ള ഇൻപുട്ട് കിട്ടുന്നുണ്ട്. അത് നാൻഡിന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് AB ഓൾ ബാർ ആയിരിക്കും. ഇനി ആ കിട്ടിയിട്ടുള്ള
ഔട്ട്പുട്ട് എ ബി ബാർ അടുത്ത രണ്ട് NAND ഗേറ്റിനും ഇൻപുട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ മുകളിലുള്ള AND ഗേറ്റിന് എ എന്നുള്ള ഒരു ഇൻപുട്ട്, താഴെയുള്ള AND ഗേറ്റിന് ബി എന്നുള്ള ഇൻപുട്ട്. അപ്പോൾ ഒരു ഇൻപുട്ട് ബി ആണ്, ഒരു ഇൻപുട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഔട്ട്പുട്ടാണ്. അപ്പം നമുക്ക് ഇതിൽ ഓരോന്നും ജസ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ബാറ് ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാരണം ഡാഷ് എന്നുള്ള ക്വാണ്ടിറ്റിയാണ് ഉപയോഗിക്കുന്നത്. അതിവിടെ ഇതിലേക്ക് കിട്ടുന്ന ഒരു ഇൻപുട്ട് എ ബി ബാർ ആണ്. താഴെ അതേപോലെ ആദ്യത്തെ ഗേറ്റിന്റെ ഔട്ട്പുട്ട് എ ബി ബാർ. ഇനി ഇതിന്റെ കൂടെ ഈ എ ബി ബാറിന്റെ കൂടെ ഇവിടെ ബി എന്നുള്ള ഒരു ഇൻപുട്ടും, അതേപോലെ തന്നെ ഈ എ ബി ബാറിന്റെ കൂടെ ഇവിടെ എ എന്നുള്ള ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് മുകളിലുള്ള രണ്ടാമത്തെ ഇവിടുത്തെ സർക്യൂട്ടിന്, അതായത് ഇത് ഈ NAND ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ത് വരും? എ ആൻഡ് എ ബി ബാർ ഓൾ ബാർ. അതായത് ഒരു ഇൻപുട്ട് എ ആണ്, രണ്ടാമത്തെ ഇൻപുട്ട് എ ബി ഓൾ ബാർ ആണ്, അതിന്റെ ഒരു ബാറും കൂടെ, അതായത് നാൻഡിന്റെ ബാർ. അതേപോലെ താഴെയുള്ള ഗേറ്റിന്, നോർ ഗേറ്റിന്, NAND ഗേറ്റിന് എങ്ങനെയാണ്? താഴെ NAND ഗേറ്റിന് ബിയും എ ബി ബാറും ആണ് ഇൻപുട്ട്. അപ്പൊ ബി ആൻഡ് എ ബി ബാർ ഓൾ ബാർ. ഇനി നോക്കുക, ഈ രണ്ട് ഇൻപുട്ടുകൾ ഏതിന് കിട്ടുന്നു? അടുത്ത NAND ഗേറ്റിന് കിട്ടുന്നു. അപ്പൊ ഈ ടോട്ടൽ ക്വാണ്ടിറ്റി അതിന്റെ ആൻഡ് ഈ ക്വാണ്ടിറ്റി അതിനെ ഒന്നിച്ച് ബാർ, അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഫൈനൽ ഔട്ട്പുട്ട്. ഫൈനൽ ഔട്ട്പുട്ട് എക്സ് ഇസ് ഈക്വൽ ടു എ ആൻഡ് എ ബി ബാർ ഹോൾ ബാർ ആൻഡ് ബി ആൻഡ് എ ബി ബാർ ഹോൾ ബാർ ആൻഡ് ഓൾ ബാർ. അതായത് ഇതിന്റെ ടോട്ടൽ ഒരു ബാർ, അതായത് ഇവിടുത്തെ ഒരു ബാറ്, ഇവിടെ ഉണ്ടാവുന്ന ഓരോ ഇൻഡിവിജ്വൽ ബാറ്, അതുകൂടാതെ എ ബി ബാർ എന്നുള്ള അതിനുള്ള ബാർ. ടോട്ടലി ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എ ബി ബാർ ഓർ ബി എ ബാർ, എ ബി ബാർ ഓർ എ ബാർ ബി, ഈ രൂപത്തിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. അപ്പൊ ഇത് സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാലാണ് കിട്ടുന്നത്. സിംപ്ലിഫിക്കേഷൻ നമുക്ക് ഡിമോർഗൻസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഇവിടെ ഉണ്ടാവുന്ന ആൻഡിനെ എന്തുപയോഗിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ ആൻഡ് എന്നുള്ളതിനെ ഓർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമ്മൾ ആദ്യം എക്സ്പ്രഷനെ ഇതേപോലെ എഴുതി. ഇനി ഇവിടുത്തെ ആദ്യത്തെ ഈ ബാറിനെ, അതായത് ഏറ്റവും ഫസ്റ്റത്തെ പുറത്തുള്ള ഈ ബാറിനെ എന്താക്കി മാറ്റുന്നു? ഓർ ആക്കിയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ, അതായത് ഇതിന്റെ ഹോൾ ബാർ ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഇതിന് ഒരു സെപ്പറേറ്റ് ബാർ കൊടുക്കുക, ഓക്കെ, രണ്ടിനും സെപ്പറേറ്റ് ബാർ കൊടുക്കുക, ദെൻ അത് രണ്ടും കൂടെ ഓർ ചെയ്യുക. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? എ ആൻഡ് എ ബി ബാർ, അതിന് ഓൾറെഡി ഇവിടെ ഒരു ബാർ ഉണ്ട്, അതിന് ഒന്നും കൂടെ ഒരു ബാർ ചെയ്യുക. അപ്പൊ നമുക്ക് ഈ രൂപത്തിലായിരിക്കും കിട്ടുക. എ ബി ബാർ, അതിന് ഒരു ബാർ ഓൾറെഡി ഉണ്ടായിരുന്നു, ഇതിൽ വന്നിട്ടുള്ള ബാർ കാരണം ഒന്നും കൂടെ, അപ്പൊ ഡബിൾ ബാർ ആയി. അതേപോലെ തന്നെ ഓർ ബി എ ബി ബാർ ഓൾ ഡബിൾ ബാർ. ഡബിൾ ബാർ എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്ത് പോവും. അപ്പൊ ഇവിടെ സിംഗിൾ ബാർ മാത്രമേ നിലനിൽക്കുള്ളൂ. എ ബി ബാർ ഓർ ബി എ ബി ബാർ. ഇനി എന്ത് ചെയ്യുന്നു? ഈ എ ബി ബാർ, എ ബി ഓൾ ബാർ എന്നുള്ള ക്വാണ്ടിറ്റിയും അതേപോലെ ഇവിടെ കാണുന്ന എ ബി ഓൾ ബാറിനെ വീണ്ടും ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുന്നു. അതിന് ഡിമോർഗൻസ് തിയറം അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? എ ബി ഓൾ ബാർ ഇസ് ഈക്വൽ ടു എ ബാർ ഓർ ബി ബാർ.
അതായത് ഇവിടെ ബാർ ഇവിടെ പുറത്തല്ല, ഇവിടെ ഉള്ളിൽ തന്നെയാണ്. ഈ ബാർ എന്നുള്ളത് ബിക്കാണ് ബാർ ഉള്ളത്. ഇവിടെ ഈ എഴുതിയ പോലെ എ ബാർ ഓർ ബി ബാർ എന്നുള്ള ക്വാണ്ടിറ്റി, ഇവിടെ ബാർ എന്നുള്ള ക്വാണ്ടിറ്റി ഉള്ളിലാണുള്ളത്. ഇനി എന്ത് ചെയ്യുന്നു? അതിനെ മൾട്ടിപ്ലിക്കേഷൻ നടത്തുന്നു. അപ്പൊ എന്തെല്ലാം വരും? എ ബാർ ഓർ എ ബി ബാർ ഓർ ബി എ ബാർ ഓർ ബി ബി ബാർ. ഇനി പ്രൊഡക്റ്റില് എയും എ ബാറും ഒന്ന് അതിന്റെ കോംപ്ലിമെന്റും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം 1ഉം 0 ആണ് ബൈനറിയിൽ ആകെ വരുന്നത്. 1 ആണെങ്കിൽ 1ന്റെ കോംപ്ലിമെന്റ് 0 ആയിരിക്കും. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. ഇനി 0 ആണ് എ എങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് 1 ആയിരിക്കും. 1 0 വീണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 ആയിരിക്കും. അതുകൊണ്ട് എ ബാർ എന്നുള്ള ക്വാണ്ടിറ്റിയും അതേപോലെ തന്നെ ബി ബാർ എന്നുള്ള ക്വാണ്ടിറ്റിയും 0 ആയിരിക്കും. ബാക്കി എന്താണ് വരുന്നത്? എ ബി ബാർ ഓർ ബി എ ബാർ. അതെന്തിന്റെ എക്സ്പ്രഷൻ ആണ്? എക്സോറിന്റെ എക്സ്പ്രഷൻ ആണ്. ഇനി ഇതേപോലെ നോർ ഉപയോഗിച്ചിട്ടുള്ള എക്സോറിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ എക്സോർ ബി ആയിട്ട് കാണിച്ചിരിക്കുന്നുണ്ട്. ഇതിൽ കിട്ടുന്ന ഔട്ട്പുട്ട് ഇതേപോലെ എക്സ് ഇസ് ഈക്വൽ ടു അതിന്റെ ഔട്ട്പുട്ട് എന്താണെങ്കിൽ എക്സോറിന്റെ ഇംപ്ലിമെന്റേഷൻ ആണ് ഇത് കാണിക്കുന്നത്. അപ്പൊ ഇത് എക്സോർ ആണ് കിട്ടുന്നതെന്ന് നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതൊരു അസൈൻമെന്റ് ആയിട്ട് അടുത്ത ടോപ്പിക്കുകളും കൂടി കഴിഞ്ഞിട്ട്, അതായത് അടുത്തത് ഇതിനു ശേഷം ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫൈ ചെയ്യുന്ന ടോപ്പിക്കുകൾ പറയും. ഇപ്പൊ ബൂളിയൻ എക്സ്പ്രഷൻ സിംപ്ലിഫിക്കേഷൻ ചെയ്യുന്ന സമയത്ത് അത് പഠിച്ചതിന് ശേഷം ഇതിന്റെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുക. എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എങ്ങനെയാണ് നോർ ഉപയോഗിച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്ത് അതിന്റെ വെരിഫിക്കേഷൻ, ലോജിക്കൽ എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടുള്ള വെരിഫിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. എന്തായാലും അതിന്റെ അസൈൻമെന്റ് ആയിട്ടുള്ള ലിങ്ക് എന്തായാലും LMS ഇടുന്നതാണ്. ഇനി ഇതിന്റെ സർക്യൂട്ട് വെരിഫിക്കേഷൻ നോക്കാം. ഫിഗറിൽ മുകളിൽ കാണിച്ചിരിക്കുന്നത് എക്സോർ ഗേറ്റും താഴെ നാൻഡ് ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാം എക്സോർ ഗേറ്റിന് ഔട്ട്പുട്ട് ഡിഫറെന്റ് ആവുന്ന സമയത്ത് ഇൻപുട്ട് ഡിഫറെന്റ് ആവുന്ന സമയത്ത് ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഇൻപുട്ട് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് അതൊന്ന് വെരിഫൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് കേസിൽ രണ്ടും 0 ആണ് കൊടുത്തിരിക്കുന്നത്, ഔട്ട്പുട്ട് ലോ ആണ്. അടുത്തത് ബി എന്നുള്ള ക്വാണ്ടിറ്റീനെ 1 ആക്കുന്നു. ബി എന്നുള്ളത് 1 ആക്കുന്ന സമയത്ത് ഔട്ട്പുട്ട് രണ്ടിലും ഹൈ ആണ്. വീണ്ടും ഇൻപുട്ട് ലോ ആക്കി. ഇനി എ എന്നുള്ള ക്വാണ്ടിറ്റീനെ എന്ത് ചെയ്തു? എനെ 1 ആക്കി മാറ്റി. ബി 0 ആണ്, രണ്ടും ഇൻപുട്ടും ഡിഫറെന്റ് ആണ്, അപ്പൊ ഔട്ട്പുട്ട് ഹൈ ആണ്. ഇനി രണ്ടിന്റെ ഹൈ ഇൻപുട്ട്, അതായത് ഇൻപുട്ട് എയും ബിയും ഹൈ ആക്കി, ദെൻ ഔട്ട്പുട്ട് ഈസ് ലോ ആണ്. അപ്പൊ ഇവിടെ നാൻഡ് ഉപയോഗിച്ചിട്ടുള്ള എക്സോറിന്റെ വർക്കിംഗ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ നോർ ഉപയോഗിച്ചിട്ടുള്ളതിന്റെ ഒന്ന് വെരിഫിക്കേഷൻ നോക്കാം. ഇവിടെ കാണിച്ചിരിക്കുന്നത് മുകളില് എക്സോർ ഗേറ്റും താഴെ നോർ ഉപയോഗിച്ചിട്ടുള്ള ഇംപ്ലിമെന്റേഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് രണ്ടിന്റെയും ഇൻപുട്ട് എല്ലാം ലോ ആക്കിയിട്ടുണ്ട്. സെയിം ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ലോ ആണ്.
ഇനി ബി എന്നുള്ള ഇൻപുട്ട് ഇതിനെ ഇതിൻ്റെ ഹൈ ആക്കുന്നു. ഇവിടെ റെസിസ്റ്റൻസ് വളരെ ഹൈ ആണ്, അതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടായിരിക്കും. നോക്കാം, ഇവിടെ രണ്ട് ഇൻപുട്ടും ലോ ആണ്, ഔട്ട്പുട്ട് ലോ ആണ്. ഇനി ബി എന്നുള്ള ഇൻപുട്ടിനെ എന്താക്കി മാറ്റി? ബി എന്നുള്ള ഇൻപുട്ടിനെ ഹൈ ആക്കി. ഇപ്പൊ രണ്ടും ഡിഫറെൻ്റ് ആണ്. രണ്ടും ഡിഫറെൻ്റ് ആവുന്നത് കൊണ്ട് ഔട്ട്പുട്ട് ഹൈ ആണ്. വീണ്ടും രണ്ടിനെയും 0 ആക്കി മാറ്റുന്നു. അടുത്തത് എ 1 ആക്കി, ബി 0 ആണ്. ആ സമയത്തും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ഹൈ ആണ്. അടുത്തത് രണ്ടും ഹൈ ആക്കി. കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആണ്. ഈക്വൽ ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഇപ്പോഴും ഔട്ട്പുട്ട് ലോ ആണ്. ഇപ്പൊ ഇവിടെ നമ്മൾ യൂണിവേഴ്സാലിറ്റി ഓഫ് നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ആണ് ഡിസ്കസ് ചെയ്തത്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം മനസ്സിലാക്കേണ്ടത് ഫണ്ടമെന്റൽ ഗേറ്റ്സ് എങ്ങനെ ഇത് വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം മാത്രം ബാക്കി ഗേറ്റ്സ് കൺസ്ട്രക്ഷൻ നോക്കിയാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പോൾ ബേസിക് ഗേറ്റ്സ് എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി പഠിക്കുക. ബാക്കി ഒരു ഹയർ ലെവലിൽ ഒന്നുകിൽ കോമ്പറ്റേറ്റീവ് എക്സാംസിന്, അതല്ലെങ്കിൽ എക്സാമിന് പ്രോബ്ലം ടൈപ്പിൽ വരാൻ പറ്റുന്നതാണ്. ഇടയ്ക്ക് വരാറുണ്ട്. നാൻഡ് ഗേറ്റ് വെച്ചിട്ടുള്ള നോർ ഗേറ്റോ അങ്ങനെ എന്തെങ്കിലും ഇംപ്ലിമെന്റേഷൻ വരാറുണ്ട്. എക്സോർ ഗേറ്റ് സിലബസിൽ പഠിക്കാനുള്ളതുകൊണ്ട് അതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ ആദ്യം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, അതിനുശേഷം ഹയറിലേക്ക് പോവുക. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ തന്നെ ഗേറ്റിൻ്റെ സിംപ്ലിഫിക്കേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അങ്ങനെ താല്പര്യമുള്ളവർ ഈ ഭാഗങ്ങൾ വളരെ നന്നായിട്ട് പഠിക്കണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.